ഒരിക്കൽ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ഒരു ഗ്രാമപ്രദേശത്തോടെ തന്റെ കാറും ഓടിച്ചു പോവുകയായിരുന്നു. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ കാറിന്റെ ടയർ പഞ്ചറായി. അദ്ദേഹം കാറ് സൈഡിലേക്ക് ഒതുക്കി ടയറെല്ലാം ഊരി നട്ടും ബോൾട്ടും ഒക്കെ ഒരിടത്ത് വെച്ച് പുതിയ ടയർ മാറ്റിയിട്ട് കഴിഞ്ഞു. പക്ഷെ ഈ തിക്കിനും തിരക്കിനും വെപ്രാളത്തിനും ഇടയിൽ അദ്ദേഹത്തിന്റെ ഈ പണിക്കിടയ്ക്ക് അദ്ദേഹം ഊരി വെച്ചിരുന്ന നട്ടുകൾ എങ്ങനെയോ തട്ടി മറിഞ്ഞ് തൊട്ടടുത്തുള്ള ഓടയിലേക്ക് വീണുപോയി. അപ്പൊ അയാൾ ആകെപ്പാടെ വിഷ്ണനായി. ഇനി എന്ത് ചെയ്യും? നട്ടുകളില്ല, തൊട്ടടുത്ത് ഷോപ്പുമില്ല. ആകെപ്പാടെ അസ്വസ്ഥനായി എന്ത് ചെയ്യുമെന്നറിയാതെ വിഷ്ണനായി നിൽക്കുമ്പോഴാണ് ഒരു കൃഷിക്കാരൻ ആ വഴി വന്നത്. അയാൾ ഈ മെക്കാനിക്കൽ എഞ്ചിനീയറോട് ചോദിച്ചു, എന്ത് പറ്റി സാർ, എന്താണ് അങ്ങ് വിഷമിച്ചിരിക്കുന്നത്? മെക്കാനിക്കൽ എഞ്ചിനീയർ പുച്ഛഭാവത്തോടെ പറഞ്ഞു, ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്നാലും വിഷമിച്ച് നിൽക്കുന്ന അവസ്ഥയിൽ അദ്ദേഹം പറഞ്ഞു, എന്റെ ടയർ ഞാൻ മാറ്റുന്നതിനിടയിൽ ടയറിന്റെ ഊരി വെച്ച നട്ടും ബോൾട്ടും ഒക്കെ അറിയാതെ എങ്ങനെയോ ഈ ഓടയിലേക്ക് വീണുപോയി. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. കൃഷിക്കാരൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതിനാണ് പ്രയാസം. അങ്ങയുടെ മറ്റ് 3 ടയറില്ലേ വണ്ടിയുടെ, അതിൽ നിന്ന് ഓരോ നട്ട് ഊരി അത് ഈ പോയതിന് ഇടുക. അപ്പൊ എല്ലാത്തും 3 നട്ട് വെച്ച് അങ്ങേക്ക് കിട്ടുമല്ലോ. തൊട്ടടുത്ത വർക്ക്ഷോപ്പ് വരെ എത്താൻ അത് ഉപകരിക്കുകയും ചെയ്യും. എഞ്ചിനീയർക്ക് പെട്ടെന്ന് അത് നല്ല ആശയമായി തോന്നി. അദ്ദേഹം ഉടൻ സ്വയം ചോദിച്ചു, ഈ പാവം പിടിച്ച കൃഷിക്കാരന് ഇത് മനസ്സിലായി. ഇത്രയും കാലം എക്സ്പീരിയൻസ് ഉള്ള ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ എന്ന നിലയിൽ എനിക്ക് എന്തുകൊണ്ട് ഇത് തോന്നിയില്ല? അയാൾ കർഷകനോട് തുറന്നു പറഞ്ഞു, നിങ്ങൾക്ക് ഈ ഭാഗത്ത് ഒരു എക്സ്പീരിയൻസും ഇല്ലല്ലോ, പക്ഷെ നിങ്ങൾക്ക് ഇതിനൊരു പരിഹാരം കണ്ടെത്താനായല്ലോ. എനിക്ക് ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള എനിക്ക് ഒരു പരിഹാരം കണ്ടെത്താനായില്ലല്ലോ, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? അപ്പൊ കൃഷിക്കാരൻ പറഞ്ഞു, സാറേ, അങ്ങ് നട്ടും ബോൾട്ടും നഷ്ടപ്പെട്ടതിന്റെ കുറ്റബോധത്തിൽ ചിന്തിച്ചപ്പോൾ, സ്വയം വില കുറിച്ച് കണ്ടപ്പോൾ അങ്ങേക്ക് പ്രശ്നത്തിന്റെ പരിഹാരത്തെ കുറിച്ച് ചിന്തിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ പ്രശ്നത്തെക്കുറിച്ചല്ല ചിന്തിച്ചത്, പ്രശ്നം എങ്ങനെ പരിഹരിക്കാം എന്നതിനെ കുറിച്ചാണ്. അതുകൊണ്ടാണ് എനിക്ക് പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്കത് പരിഹരിക്കാൻ കഴിയാത്തതിന്റെ കാരണം നാം കുറ്റബോധത്തിൽ അടിമപ്പെട്ട് സ്വയം കുറ്റപ്പെടുത്തുകയും എന്നെ കൊണ്ട് അത് കഴിയില്ല എന്ന ചിന്തയിൽ മാറി നിൽക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ്. പ്രശ്നത്തിന്റെ പരിഹാരത്തെക്കുറിച്ച് ശാന്തമായി നമുക്ക് ആലോചിച്ചാൽ നമുക്ക് പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നവുമില്ല.